വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാവരും വളരെ നല്ല ഒരു പ്രതികരണവും ലഭിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഒരു നല്ല ദിവസം, നല്ല മനസ്സോടെ നമുക്ക് ഈ ദിവസം ആയിരിക്കാം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുറവുകളും മറ്റുള്ളവരുടെ അവഗണനകളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ എല്ലാം നടുവിൽ നമുക്ക് സന്തോഷിക്കാൻ ഒരു വലിയ കാര്യമുണ്ട്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ അരികിലുണ്ട്. വചനവിരുന്നിൻ്റെ ഈ ഇന്നത്തെ ദിവസം നമുക്ക് ഒരു വചനം ധ്യാനിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വചനം. ബേസേദ കുളക്കരയിൽ സൗഖ്യത്തിൻ്റെ ഇതാണ്, നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എങ്കിലും അതിലെ ചില ആത്മീക മർമ്മങ്ങൾ നമുക്ക് ധ്യാനിക്കാം. 7-ാം വചനം. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലിറക്കുവാൻ ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുവൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ വളരെ ഒരുപാട് ആത്മീയ അർത്ഥങ്ങൾ, ജീവിത അർത്ഥങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വചനഭാഗമാണിത്. ഇവിടെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ചിന്തിക്കുകയാണ്. ധ്യാനിക്കാനുള്ളത് ഞാനെടുത്ത് പറയുകയാണ്. ഇവിടെ 3 പേരുടെ തീരുമാനങ്ങളുണ്ട്. അപ്പോൾ ആ തീരുമാനങ്ങളെ വിശദീകരിക്കുന്നതിന് മുമ്പ് ഇവിടെ തടസ്സമായി നിൽക്കുന്ന കാര്യം, ഒരു സൗഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അനുഗ്രഹത്തിൻ്റെ ഒക്കെ തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കും. ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടണം, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം, ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഇതിനെല്ലാം അടിസ്ഥാന തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ തന്നെ മനോഭാവമാണ്. ഒരു വ്യക്തിയുടെ മനോഭാവമാണ് അവൻ്റെ നന്മയിലേക്കും തിന്മയിലേക്കും ഉള്ള യാത്രയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത്. മനോഭാവങ്ങൾ മാറണം. ഇവിടെ ഒരുപാട് തടസ്സങ്ങളുടെ ഒരു മനോഭാവമുണ്ട്. ഇത്ര നാളും ജീവിച്ചു, ഇതിലെവിടെയൊക്കെയോ നിരാശകളുടെ അനുഭവങ്ങൾ കടന്നു വന്നു. അപ്പോൾ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇന്നു വരെയുള്ള അനുഭവങ്ങളുടെ സ്കെയിൽ വെച്ച്, അളവുകോൽ വെച്ച് നമ്മുടെ ജീവിതത്തെ കാണുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം, ഒരു നെഗറ്റീവ്, ഒരു നിഷേധാത്മക മനസ്സ് നമ്മൾ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു നിഷേധാത്മക മനോഭാവം നമ്മൾ രൂപീകരിച്ചു വെച്ചിട്ടുണ്ട്. അത് ആദ്യമായി തന്നെ അവിടെയാണ് ഒരു ദൈവിക പ്രവൃത്തി, ഒരു ദൈവിക വിടുതൽ സംഭവിക്കേണ്ടത്. ഒരു ദൈവത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ ശക്തി വ്യാപരിച്ച് മാറേണ്ടത് മനോഭാവത്തിലാണ്. നമുക്ക് അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ കുളക്കരയിൽ 3 പേരുടെ തീരുമാനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. ഒന്നാമത്തെ തീരുമാനം ആരുടേതാണ്? ഈ കുളക്കരയിൽ കിടക്കുന്ന വ്യക്തിയുടെ തീരുമാനമാണ്. രണ്ടാമത്തെ തീരുമാനം സമൂഹത്തിൻ്റെ, കുളക്കരയുടെ പുറത്തും ചുറ്റുപാടും നിൽക്കുന്ന സമൂഹത്തിൻ്റെ തീരുമാനമാണ്. മൂന്നാമത്തെ തീരുമാനം യേശുക്രിസ്തുവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഒന്നാമതായി ഈ മനുഷ്യന്റെ തീരുമാനത്തെ നമുക്കെടുക്കാം. ഈ മനുഷ്യൻ ഈ തീരുമാനം എടുത്തത് ഏത് അവസ്ഥയിലാണ്? 3-4 കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഒന്നാമത്, ഇത്രയും കാലവും ഞാൻ ഇവിടെയായിരുന്നു, ഒരുപാട് ഞാൻ പരിശ്രമിച്ചു, പക്ഷേ ഒന്നും നടന്നിട്ടില്ല. ഇത്രയും കാലവും ഞാൻ ഒരുപാട് പരിശ്രമിച്ചു, ഒന്നും നടന്നിട്ടില്ല. വെറുതെ നിരാശയുടെ കട്ടി കൂടി വന്നു. രണ്ടാമതായിട്ട്, ഈ മനുഷ്യൻ ഈ തീരുമാനമെടുക്കാനുള്ള കാരണം, ആ മനുഷ്യന്റെ തീരുമാനത്തെ സ്വാധീനിച്ച ഒന്നാമത്തെ ഘടകം, ഇത്രയും കാലവും അദ്ദേഹം അവിടെ വന്ന നാൾ മുതലുള്ള 38 വർഷത്തിന്റെ സ്കെയില്, ഒരളവുകോല് അദ്ദേഹത്തിന്റെ തീരുമാനത്തെ സ്വാധീനിച്ചു. അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ? ഒന്നും നടക്കത്തില്ല. അതാണ് അദ്ദേഹത്തിന്റെ മനോഭാവവും തീരുമാനവും.
ഇനിയൊന്നും നടക്കത്തില്ല, വെറുതെ കിടന്നങ്ങ് പോകാം. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ സ്വാധീനിച്ചത് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടാണ്. അദ്ദേഹം കിടന്ന ചുറ്റുപാട്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അദ്ദേഹം കിടന്ന ചുറ്റുപാട്, ആ ചുറ്റുപാടുകളാണ് ഒരുപാട് ഉയർച്ചയ്ക്ക് സ്വാധീനങ്ങളില്ലാത്ത ചുറ്റുപാടാണ് അദ്ദേഹത്തിൻ്റെ. മൂന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ സ്വാധീനിച്ചത് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോകാം. അതായത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെ, ഇല്ലെങ്കിൽ നിഷേധാത്മക മനസ്സിനെ രൂപീകരിച്ചുകൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് ചുറ്റുപാടുകളെ അംഗീകരിച്ച് എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു പോയാൽ മതി. ഇത് അപകടകരമായ ഒരു തീരുമാനമാണ്. ഇത് അപകടകരമായ തീരുമാനം. ഈ മൂന്ന് മനോഭാവങ്ങളും അപകടകരമായ തീരുമാനമാണ്, ദൈവികമായ തീരുമാനമല്ല. ഈ സത്യവേദ പുസ്തകം, വചനം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ദൈവം ഇടപെടുന്നൊരു സമയമുണ്ട്. യു ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ് ഡേ. നീ കാത്തിരിക്കണം ആ ദിവസത്തിന് വേണ്ടി. നമ്മുടെ ചുറ്റുപാടുകളെ മാറ്റുന്ന, നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന, നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്ന ഒരു ദിവസം വന്നിരിക്കും. അത് മനുഷ്യൻ പറഞ്ഞതല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ്, ഒരു അനുകൂല മനോഭാവത്തെ സൃഷ്ടിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. ഉറപ്പ്, എൻ്റെ ദൈവം ഇടപെട്ടിരിക്കും, ഈ സാഹചര്യം മാറിയിരിക്കും. ഇത്ര നാള് ഞാനിങ്ങനെ കിടന്നാലും എൻ്റെ ദൈവം ഇടപെടുന്ന ഒരു സുന്ദരമായൊരു നിമിഷമുണ്ട്. എൻ്റെ അസന്തുരമായ ജീവിതത്തെ, എൻ്റെ അസന്തുഷ്ടിയുടെ ജീവിതത്തെ, എൻ്റെ അസംതൃപ്തിയുടെ ജീവിതത്തെ, എൻ്റെ ശാപമെന്നെണ്ണിയ ഈ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. അത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. അന്ന് ആ ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഇന്നുവരെ ജീവിച്ചു തീർത്ത ജീവിതത്തിൽ എവിടെയോ ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടിയുള്ള സമയത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങിയത്. ഇന്നുവരെ ജീവിച്ചു തീർത്ത ജീവിതം, ഞാനായിക്കൊള്ളട്ടെ, രോഗശയ്യയിലായിരിക്കുന്ന ഒരു സഹോദരനോ സഹോദരി ആയിക്കൊള്ളട്ടെ, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഇന്നുവരെ ജീവിച്ചു തീർത്ത ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ, വേദനകൾ, നിഷേധാത്മകമായ സംഭവങ്ങൾ, മറ്റുള്ളവരുടെ വാക്കുകൾ, അവഗണനകൾ, ഉയരാനാവാത്ത ജീവിതങ്ങൾ, തോൽവികൾ എല്ലാം ഒരു ദൈവിക ഇടപെടലിനു വേണ്ടിയുള്ള സമയമായിരുന്നു. ഒരു ദൈവിക ഇടപെടലിലേക്കുള്ള യാത്രയായിരുന്നു. എത്ര മനോഹരമാണ് ആ അനുഭവം എന്നൊന്ന് ചിന്തിച്ചു നോക്കി. ഈ മനുഷ്യൻ്റെ തീരുമാനം, രോഗശയ്യയിൽ 38 വർഷം കിടന്ന ആ മനുഷ്യൻ്റെ തീരുമാനത്തിൻ്റെ ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഇന്നലകളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ, ഇതുവരെയുള്ള ജീവിതത്തെ ഒന്ന് സ്കെയിൽ ചെയ്തു. രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ജീവിക്കുന്ന ജീവിതത്തിൻ്റെയിലേക്കൊന്ന് ഒളിഞ്ഞു നോക്കുമ്പോൾ ഡയറക്റ്റ്ലി ഒന്ന് ബന്ധപ്പെടുമ്പോൾ ഒരു സാധ്യതയുമില്ലാത്ത, ഇന്നലകളിലെ സാധ്യതകൾ നഷ്ടപ്പെട്ടു, ഇപ്പോൾ ഒരു സാധ്യതയില്ല, ഇനിയും ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നുള്ള നിരാശയുടെ തീരുമാനം. അപ്പോൾ ബെഥസ്ദ കുളക്കരയിൽ ഈ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ്റെ തീരുമാനം, നമ്മൾ 3 തീരുമാനങ്ങളെക്കുറിച്ചാണ്. ഒരു മനുഷ്യൻ്റെ ഒന്നാമത്തെ തീരുമാനം ആ മനുഷ്യൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ സ്വാധീനിച്ച ഘടകങ്ങൾ നമ്മൾ കണ്ടു. മൂന്നാമതായി ആ മനുഷ്യൻ്റെ തുടർച്ച എന്നുള്ള ജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു, ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഇന്ന് ഈ നിമിഷം നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ പല തീരുമാനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. അവളങ്ങനെ പറഞ്ഞതുകൊണ്ട്, ഇവനിങ്ങനെ പറഞ്ഞതുകൊണ്ട്, ഇന്നലകളിൽ അങ്ങനെ ആയതുകൊണ്ട് ഇനിയൊന്നും സംഭവിക്കുകയില്ല എന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഇടപെടാൻ, കർത്താവായ യേശു ക്രിസ്തുവിന് ഇടപെടാനുള്ള സമയം ഇതാണ്. നമ്മൾ നിശ്ചയിച്ച സമയമല്ല, ദൈവം നിശ്ചയിച്ചൊരു സമയം വന്നിരിക്കും. വിടുതൽ തന്നിരിക്കും, ഉയർത്തിയിരിക്കും, നമ്മൾ സാക്ഷികളായി മാറുകയും ചെയ്യും. ഈ ഒരു അടിയുറച്ച ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ ഒന്നാമത്തെ കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്തു, ഒന്നാമത്തെ തീരുമാനം വിശകലനം ചെയ്തു. ആ മനുഷ്യൻ്റെ തീരുമാനമാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ മാറ്റിമറിക്കുന്ന, അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ മാറ്റി കുറിച്ചുകൊണ്ട്, എഴുതിക്കൊണ്ട് ക്രിസ്തു ഇടപെട്ട ഒരു ആത്മീക മർമ്മം നമുക്കിതിൽ നിന്ന് കാണാം. അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട്
എനിക്ക് പറയാനുള്ള, നമുക്ക് ചിന്തിക്കാനുള്ള കാര്യം, ധ്യാനിക്കാനുള്ള കാര്യം. എൻ്റെ ദൈവം എൻ്റെ അടുത്ത് തന്നെയുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ അടുത്തുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി കാത്തിരിപ്പുണ്ട്. ഇന്ന് വരെ ഞാനെടുത്ത തീരുമാനങ്ങളൊക്കെ മാറ്റി എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തി